മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്ന മന്ത്രി പി രാജീവ്. ഇനി ഒരു നോട്ടീസും വഖഫ് ബോർഡ് നൽകില്ല. നിയമപരമായ അവകാശം പരിശോധിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ രൂപീകരിക്കും. നിയമപരമായ സഹായം സർക്കാർ നൽകുമെന്നും 3 മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് വഖഫ് വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരുന്നു സർക്കാർ. ഈ യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങളാണ് മന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. സർക്കാർ എല്ലാ തരത്തിലും മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുമെന്നും അവർക്ക് നിയമപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള വഴികളാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രിമാർ വിശദീകരിക്കുകയുണ്ടായി. വിജിൻ വായന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായ 4 തീരുമാനങ്ങൾ. ഒന്ന്, നിലവിൽ ആ ഭൂമിയിൽ പട്ടയമുള്ള ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല എന്ന തീരുമാനമാണ്. ഒപ്പം തന്നെ അവർക്ക് നിയമപരിരക്ഷ നൽകും. ഒപ്പം ഇനി ഒരു നോട്ടീസും വഖഫ് ബോർഡ് അവർക്ക് നൽകില്ല. നിലവിലുള്ള നോട്ടീസിന്മേൽ മറ്റ് നടപടികൾ സ്വീകരിക്കില്ല. അത്തരത്തിലുള്ള ഒരു നടപടി കൂടി, ഒരു നിലപാട് കൂടി ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും സർക്കാർ ഈ വഖഫ് ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. അത് വഖഫ് ബോർഡും അംഗീകരിച്ചു. മറ്റൊരു സുപ്രധാനമായ തീരുമാനമാണ് നിയമപരമായി ഇവർക്ക് ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഈ ഭൂമിയിൽ താമസിക്കാനുള്ള അധികാരം ലഭ്യമാക്കാൻ, നിലവിൽ അവരെ ആരും പുറത്താക്കാതിരിക്കാനുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാമേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെയാണ് സർക്കാർ നിയോഗിക്കുക. ആ കമ്മീഷൻ എല്ലാ ഭാഗങ്ങളും, നിലവിലുള്ള പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കോടതിയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ, ട്രൈബ്യൂണലിരിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും പരിശോധിക്കും. അതിനുശേഷം 3 മാസത്തിനകം തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് നൽകണം എന്ന ആവശ്യവും ഉന്നതതല യോഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകളും ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളുമായി മുഖ്യമന്ത്രി വിശദീകരിക്കും. അതിനുശേഷം സമരം അവസാനിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും നിലവിൽ സർക്കാരിന് ചെയ്യാൻ, ശാശ്വതമായി ഇവരുടെ ഒരു പ്രശ്നപരിഹാരം കാണാൻ ഇത്തരം ഒരു നടപടി മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മന്ത്രിമാർ തന്നെ ഉന്നതതല യോഗത്തിന് ശേഷം വിശദീകരിക്കുകയും ചെയ്തു. ഒപ്പം കൃത്യമായ നിലപാട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകുന്നത്. അല്ലാതെ സമരം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകി മുന്നോട്ട് പോവുകയല്ല സർക്കാർ ചെയ്യുന്നു എന്ന കാര്യവും ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രിമാർ വിശദീകരിച്ചു. ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ്. ഒന്ന്, അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ ആരെയും ഒഴിപ്പിക്കില്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം. ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ 2 തീരുമാനങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ, ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കൈവശമുള്ള ആളുകളുടെ, അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകും. സമരസമിതി നേതാക്കൾക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പോലെ തന്നെയാണ് നേരത്തെ സമരസമിതി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിനായി ഉന്നതതല യോഗം ചേരുകയും പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കും എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത് ആ വാഗ്ദാനം നൽകിയതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഉന്നതതല യോഗത്തിൽ വഖഫ് ബോർഡ് ചെയർമാനും 3 വകുപ്പ് മന്ത്രിമാരും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ ഈ മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. ആ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു നിയമപരമായ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തത്. ശരി, വിജിൻ വയന്തോട് വിവരങ്ങൾ നൽകിയത്.